ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ചക്ക വരട്ടി തയ്യാറാക്കാം. കുറച്ച് ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് വരട്ടി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരുന്നോളും. 1 വർഷമോ 2 വർഷമോ വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ അത്രയും നല്ല സ്വാദോടുകൂടി നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ചക്ക വരട്ടാൻ. എന്നാലും കുട്ടികൾക്ക് അറിയാത്ത കുറേ കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ നല്ല സൂപ്പർ ടേസ്റ്റിൽ കാണാനും നല്ല ഭംഗിയുള്ള നമുക്ക് അടിപൊളി ചക്ക വരട്ടി തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയ ചക്കയാണ്, ഒരു വരിക്കച്ചക്കയാണ്. ഇതേപോലെ നന്നായിട്ട് പഴുത്ത ചക്ക എടുക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് മാറ്റി നമുക്കൊന്നത് വരട്ടിയെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ചക്ക നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ഉരുളിയിൽ, എപ്പോഴും ഉരുളിയിലാണ് ചക്ക വരട്ടണമെന്നാണ് ഏറ്റവും നല്ലത്. അതിൻ്റേതായ ഒരു സ്ട്രക്ചർ കിട്ടണമെങ്കിൽ ഉരുളി തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള നല്ലൊരു പാനായിരിക്കണം. അപ്പോൾ അങ്ങനെയും നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രമാണെങ്കിൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വെള്ളം വറ്റി വരണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ തന്നെ വരട്ടിയെടുക്കുക. നമുക്ക് കുറച്ച് ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉടനെ തന്നെ യൂസ് ചെയ്യൂല. അപ്പോൾ നമ്മൾ കുറച്ച് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് പായസം ഉണ്ടാക്കാനോ ചക്ക അട ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടിയാണ്. അപ്പോൾ ശർക്കരയാണെങ്കിൽ നമ്മളൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ശർക്കരപ്പൊടിയാണെങ്കിൽ ഇതിനകത്ത് കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തത്. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർക്കുമ്പോൾ ഒന്നും കൂടി ഇത് ലൂസായിട്ട് വരും. അപ്പം ഇതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത്തിരി അകലം പാലിച്ച് ഇളക്കുക. പൊട്ടിത്തെറിച്ച് ദേഹത്തേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യും ശർക്കരയും എല്ലാം കൂടി ആകുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക മണവും രുചിയും വരുന്നത്. അപ്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ നമുക്കിത് അടി പിടിക്കുകയുമില്ല. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. നല്ല സ്വാദുള്ള പലഹാരം ഉണ്ടാക്കാം. അതുപോലെ നല്ല ഈ ചക്ക പായസം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതേപോലെ വരട്ടി വെച്ചിരുന്ന നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചക്ക പായസം ഉണ്ടാക്കാം. ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചക്ക പായസം ഉണ്ടാക്കാം. അപ്പോൾ ഈ ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് കളയേണ്ട കാര്യമല്ല. ഇതേപോലെ വരട്ടി വെക്കാം. ഇപ്പോൾ ഇതൊരു ചെറിയ ചക്കയാണ്, ആണ് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. പക്ഷേ ഇതേപോലെ ക്വാണ്ടിറ്റി കാണുമെങ്കിൽ നമ്മൾ വരട്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് കുറഞ്ഞ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചധികം വരട്ടുമ്പോൾ കുറച്ചധികം വരട്ടുക. അപ്പോഴേ നമുക്ക് അധികം ആളുകളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചധികം വേണമല്ലോ. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വരട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3-4 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ അധികം ഏലക്കപ്പൊടി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ തന്നെ നന്നായിട്ട് കൈ എടുക്കാതെ വരട്ടി എടുക്കുക. അത് ഡ്രൈ ആയി വരുന്നതോറും നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ വല്ല പായസമൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ സമയത്ത് കുറച്ച് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ ഈ പാകമാണ് നല്ലത്. അധികം ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ മാറ്റി വെക്കണം നല്ലത്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതേപോലത്തെ സമയത്ത് കുറച്ചെടുത്ത് മാറ്റി പായസം ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചു. ബാക്കിയുള്ളതാണ് പിന്നീട് വരട്ടിയെടുക്കുന്നത്. ഇത് പുറത്ത് വെച്ചാലും ഒട്ടും തന്നെ കേടാവില്ല. നന്നായിട്ട് വരട്ടി കഴിഞ്ഞ് പുറത്ത് വെച്ചാലും ഒട്ടും തന്നെ കേടാവില്ല. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കൊല്ലങ്ങളോളം ഇരുന്നോളും. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ ഇതേപോലെ നന്നായിട്ട് വരട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വിദേശത്തേക്കോ അടുത്ത സ്റ്റേറ്റിലേക്കൊക്കെ പോകാനായിട്ട് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് ഇതേപോലെ വരട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന്
ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ചക്ക വരട്ടിയതിന് നല്ലൊരു ഗ്ലൈസിങ്ങും കൂടി കിട്ടും. നമ്മൾ വരട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലൈസിങ് കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഇത്തിരി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉരുളി ആയതുകൊണ്ട് ഇതിനകത്തിരുന്നതിന് ഒന്നും കൂടി ഡ്രൈ ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ പാകമായി ഇതേപോലെ എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ വിട്ട് ഇങ്ങനെ വരുന്ന പാകത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഉരുളിയിലാണെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പാകത്തിന് കിട്ടും. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ട നമ്മുടെ ചക്ക വരട്ടിയത് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഇത് കഴിക്കാനും സൂപ്പറാണ്. ഇതേപോലെ നമ്മൾ നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് ഒരു ചില്ലുകുപ്പിയിലോ ഭരണിയിലോ ഒക്കെ ഇട്ട് നമുക്ക് സൂക്ഷിക്കാം. 1 വർഷമോ 2 വർഷമോ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. ഇതുകൊണ്ട് ചക്കട ഉണ്ടാക്കാം, പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാം, അതേപോലെ പായസമൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. പുട്ടിന് കൂടി കഴിക്കാം, വെറുതെ കുട്ടികൾക്ക് കോരി കഴിക്കാം. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഇതേപോലെ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.